തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി എന്നൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ്. ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനിയും കണ്ടെത്താൻ ആളുകളുണ്ട്. മാത്രമല്ല, വിഴിഞ്ഞം ഭാഗത്തുനിന്ന് പോയവരെയും കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. അപ്പം തിരച്ചിലൊക്കെ അവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. അർജുൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. അർജുൻ, വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ കാണാതായവർക്കായുള്ള തിരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു? സേതു, ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് മുതലപ്പുഴയിൽ നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് 4 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 2 പേർ ഈ കാണുന്ന മുതലപ്പുഴയിൽ നിന്ന് കടലിൽ പെട്ടുപോയത്. അതിൽ ഫ്രീമോൺ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ണാന്തുറ എന്ന ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഒരുപാട് വൈകി എന്നുള്ള പരാതി മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കടലിൽ നിന്ന് ഈ തീരത്തോട് അടിഞ്ഞ നിലയിലാണ് ഈ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ച് ഇത് ഫ്രീമോന്റേതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. 2 പേരാണ് അപകടത്തിൽ പെട്ടത്. ഷിജിൽ എന്നുള്ള മത്സ്യത്തൊഴിലാളി കൂടി ഇപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. മിനിഞ്ഞാന്ന് രാത്രി കാണാതായതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ആണ് ഈ തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പ്രതിഷേധം ഉയർന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് ഈ ബോട്ട് വള്ളം അപകടത്തിൽപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ഷിജിൽ ആദ്യം ഈ ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിയും എന്ന് കരുതി ഷിജിൽ ആദ്യം കടലിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് ഷിജിലിനെ കാണാതായതോടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഫ്രീമോൺ കൂടെ ചാടുന്നത്. ഈ കാണുന്ന ഭാഗത്താണ് അപകടം ഉണ്ടായത്. ശക്തമായിട്ടുള്ള തിരമാല ഇപ്പോഴും ഇവിടെ ഉണ്ട്. 2 പേരും ആ ഘട്ടത്തിൽ ഇതിനോട് ചേർന്ന കല്ലിൽ പിടിച്ച് നിന്നിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. പക്ഷേ പിന്നീട് ശക്തമായിട്ടുള്ള തിര വന്ന് അടിക്കുകയും 2 പേരെയും കാണാതാക്കുകയുമാണ് ചെയ്തത്. ആ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ സാധാരണ കോസ്റ്റൽ പോലീസും മറ്റ് മറൈൻ എൻഫോഴ്സ്മെന്റും ഒക്കെ സാധാരണ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താറുണ്ട്. പക്ഷേ ഇന്നലെ അങ്ങനെ ഉണ്ടായില്ല. അതൊരുപാട് വൈകി എന്നുള്ള പരാതി പ്രദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്ന നിലയിലേക്ക് കാലാവസ്ഥയൊക്കെ മാറുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെയും വള്ളങ്ങളാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പക്ഷേ നമുക്ക് ഈ കടൽ കണ്ടറിയാം, അത്രയും ശക്തമായിട്ടുള്ള തിരയാണ്. അതുകൊണ്ട് അത് ഏറെ ദുഷ്കരമാണ്. ഇനി വിഴിഞ്ഞത്ത് നിന്ന് ഒരു കപ്പൽ കൂടി വരും എന്നുള്ളതാണ് ശ്രമം. അങ്ങനെയായിരിക്കും തുടരുക. ശരി അർജുൻ, ശരി. ഇപ്പൊ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. പോയ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ